30 വർഷം, പിന്നെ ക്ലാസ് സ്റ്റാഫ് ഇല്ലാത്ത 2 വർഷം, 1 വർഷവും ആദ്യത്തിലെ 1 വർഷം, അങ്ങനെ 32 വർഷങ്ങൾ കടന്നുപോയി. വളരെ വേഗതയിൽ ഓടിത്തീർന്നു എന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപനം എന്ന് പറയുന്നത് എനിക്ക് എന്റെ ജീവിത ബലിയായി. അതായത് ഞാൻ ഒരിക്കലും അധ്യാപനത്തെ ലാഘവബുദ്ധിയോടെ കണ്ടിട്ടുള്ളവരാണ്. എനിക്കത് വളരെ ഭാരമേറിയ ഒരു ഉത്തരവാദിത്തമായിരുന്നു. കാരണം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ആശയത്തെ, അമൂർത്തമായ ഒരു ആശയത്തെ ഒരു ക്ലാസ്സിലെ 55ഓളം വരുന്ന കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ഒരേ സമയം ഒരേ രൂപത്തിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു ജോലിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുമ്മനമാഷ് പറഞ്ഞ പോലെ ഞങ്ങൾ വന്ന് ചാടിയത് കേമന്മാരുടെ ഒരു മഴയിലേക്കാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ മെച്ചപ്പെടണമെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ എന്റെ കഴിവിന്റെ പരമാവധി വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. വളരെ കഴിയുന്ന രൂപത്തിൽ നല്ല രീതിയിൽ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വല്ല അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ പഠന രീതിയിൽ സാങ്കേതിക വിദ്യയുടെയും പുതിയ ടെക്നോളജിയുടെ ഒക്കെ സാധ്യതകൾ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്റെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ കുട്ടികൾക്ക് ഞാൻ കാര്യങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കുട്ടികളുടെ ഹൃദയാകാശത്തിൽ ഞാൻ ജീവിച്ചിരിക്കും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സംതൃപ്തനാണ്. പ്രിപ്പയർ ചെയ്യാതെ ഒരു പീരീഡ് പോലും ക്ലാസ്സിൽ പോയിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം, കുറച്ച് ബോധ്യം എനിക്കുണ്ട്. ഏതൊരു പാഠഭാഗമാണെങ്കിലും ശരിക്കും നമുക്ക് അറിയാവുന്ന മനഃപ്പാടമുള്ള ഒരു പാഠഭാഗമാണെങ്കിൽ പോലും തലേ ദിവസം നോക്കിയിട്ട് മാത്രമേ ക്ലാസ്സിൽ പോകുള്ളൂ. വെറുതൊന്ന് മറിച്ചോ എന്നിട്ട് ക്ലാസ്സിൽ പോകും. അതേപോലെ ഗദ്യം പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് പദ്യം പഠിപ്പിക്കുന്നത്. വളരെ അമൂർത്തമായ ആശയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പദ്യ പാഠങ്ങൾ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് കേട്ടുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് പോകുക. ആ രൂപത്തില് ആത്മാർത്ഥമായി എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ കാഴ്ചപ്പാടുകളോ എന്റെ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ SK വറ്റക്കാടിന്റെ യാത്രാ വിവരണത്തിലെ ഒരു ഭാഗം പഠിപ്പിക്കുകയാണ്. ജൂഹുവിലെ സംശയം കുറെ മുമ്പ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതില് ബോംബെയിലെ ജൂഹു കടൽ തീരത്തേക്ക് ഒരു സന്ധ്യാസമയത്ത് മഹാത്മജി കടന്നു വരികയാണ്. അപ്പൊ മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു തീർത്ഥയാത്രാ സംഘം എന്നപോലെ ജനക്കൂട്ടം നീങ്ങുകയാണ്. അപ്പൊ എന്താണ് തീർത്ഥയാത്ര? പരിശുദ്ധമായ ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു യാത്രയാണ് തീർത്ഥയാത്ര. അപ്പൊ അത് വിശദീകരിച്ചു കൊടുക്കുമ്പോ സ്വാമിമാര് ശബരിമലയിലേക്ക് നടത്തുന്ന യാത്രയിൽ, ഹാജിമാര് മക്കയിലേക്ക് നടത്തുന്ന യാത്രയിൽ, ക്രിസ്ത്യാനികൾ മലയാറ്റൂർ പള്ളിയിലേക്ക് നടത്തുന്ന യാത്രയിൽ ചേർത്ത് പറയാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകൻ അങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ തരത്തില് എന്റെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ജോയിൻ ചെയ്തതിന്റെ ഒരു 3 വർഷം കഴിഞ്ഞ് 95 മുതൽ കഴിഞ്ഞ 2023 വരെ ഒരു വർഷം പോലും മുടങ്ങാതെ ഞാൻ SSLC വാല്യുവേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ ജോയിൻ ചെയ്ത പിറ്റത്തെ വർഷം മുതൽ 2020 കൊറോണ കാലം വരെ പൂർണ്ണമായും അഡ്മിഷൻ പ്രക്രിയയുടെ ഭാഗമാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ വരുന്ന കാലഘട്ടത്തിലൊക്കെ അഡ്മിഷന്റെ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ അന്ന് കുട്ടികൾക്ക് ആ സമയത്ത് തന്നെ ഡിവിഷൻ പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമൊന്നുമില്ല. എന്നിട്ട് സ്കൂൾ തുറക്കുന്ന ദിവസം രാവിലെ ഒരു മൈക്കും പിടിച്ചിട്ട് 8A ലിസ്റ്റ് ഇങ്ങനെ വായിക്കും, 8B ലിസ്റ്റ് ഇങ്ങനെ വായിക്കും. അന്നത്തെ ഒരു പണി വൈകുന്നേരം വരെ ഉച്ച വരെ ഈ ലിസ്റ്റ് വായിക്കലും കുട്ടികളെ ക്ലാസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ഒരു 45 മിനിറ്റ് ഒരു പീരീഡിന്റെ സമയം കൊണ്ട് മുഴുവൻ കുട്ടികളെയും ക്ലാസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മളൊരു സംവിധാനം രൂപപ്പെടുത്തിയാൽ പുസ്തകത്തില് ഇത് രേഖപ്പെടുത്തിയിട്ട് ചെയ്തത്. അപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും രക്ഷിതാക്കൾ കുറെ ബുദ്ധിമുട്ടി അതിന്റെ പേരിലെന്നൊക്കെ ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ 3 വർഷത്തെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ഇത്തിരി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് എന്റെ പഴയ മനസ്സിന്റെ ഒരു തോന്നൽ. കാരണം അതില്ലാത്തത് കൊണ്ട് ഈ അടുത്ത കാലത്ത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു രക്ഷിതാവ് നമ്മുടെ വിദ്യാലയത്തിലെ ഒരു അധ്യാപകനോട് വളരെ മോശമായിട്ട് പെരുമാറും. മുണ്ടൊക്കെ മടക്കി കുറിച്ച് സ്റ്റാഫ് റൂമിൽ വന്നിട്ട് വളരെ മോശം
രക്ഷിതാവിന് ഉണ്ടായത് കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ മകനെ ഒരു കോഴ്സിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് തലേ ദിവസം ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ആ ഹോസ്റ്റലില് ന്യൂ ജനറേഷൻ കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ. ആ രാത്രിയിൽ ന്യൂ ജനറേഷന്റെ സകലമായ വ്യക്തികൾക്കും സാക്ഷിയായിക്കൊണ്ട് ഇത് രാത്രി ഉറക്കം കിട്ടാതെ പ്രയാസം അനുഭവിച്ചിട്ട പിറ്റേ ദിവസം ഞാൻ എന്റെ മകനെ ഒരു കോഴ്സിൽ ചേർത്ത് എറണാകുളം. അപ്പൊ അതിലൂടെ ഞാൻ പറഞ്ഞതെന്താ, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്, ഒരു രക്ഷിതാവ് അതിന്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് വെച്ചിട്ട് അതൊരു പ്രയാസമായിട്ട് നമ്മൾ കാണേണ്ടതില്ലാണ്. അപ്പൊ അങ്ങനെ പൂർണ്ണമായും അഡ്മിഷൻ പ്രക്രിയയുടെ ഭാഗമാവാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ വാല്യുവേഷനും പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് 2020 വരെ വെക്കേഷൻ സാലറി വാങ്ങാൻ വലിയ മനപ്രയാസം തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഫുള്ളി എൻഗേജ്ഡ് ആയി. എന്റെ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത് ഏറിയാൽ ഒരു 10-12 ദിവസമാണ്. വാല്യുവേഷൻ ഇങ്ങനെ കഴിഞ്ഞു വന്നാൽ അഡ്മിഷന്റെ കാര്യങ്ങളായിരുന്നു. അങ്ങനെ പൂർണ്ണമായി അഡ്മിഷൻ പ്രക്രിയയുടെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അഡ്മിഷന്റെ വേറൊരു ചെറിയൊരു അനുഭവം പറയുകയാണെങ്കിൽ, ആര് ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു നാളെ സ്കൂൾ തുറക്കണമെങ്കിൽ ഇന്ന് രാത്രി ലൈബ്രറിയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അതിന്റെ അവസാനം ഘട്ട പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ചോദിച്ചാലും ശോഭാഷയുടെ പ്രിന്റ് ഔട്ട് അവസാനമാണ് തരിക. അപ്പൊ ഈ പ്രിന്റ് ഔട്ട് വെച്ച് ചെക്ക് ചെയ്തിട്ട് നോട്ട് പുസ്തകത്തില് കുട്ടിയുടെ ഡിവിഷൻ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് കുട്ടിയെ പറഞ്ഞു വിടാൻ, ക്ലാസ്സിലേക്ക് എത്തിക്കാൻ കഴിയൂ. അങ്ങനെ ഞാൻ രാത്രിയിൽ തനിച്ചിരുന്നിട്ട് ലൈബ്രറിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം പോയി പുലർച്ചെ 3 മണിയായിരുന്നു. ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ 2 ഗേറ്റുകളും അടച്ച അവസ്ഥയാണ്. അതിവിടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുകയാണ്. ബംഗാളികളോട് താമസിക്കുന്ന കാലമാണ്. പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പുറത്തുള്ള സമയം 3 മണിയാണ്. പുറത്തേക്ക് പോകാനൊരു മാർഗമില്ല. അവസാനം ഞാൻ സുലൈമാനെ വിളിച്ച് ഒരു 6-7 പ്രാവശ്യം അടിച്ചതിന് ശേഷം സുലൈമാൻ ഫോണെടുത്തു. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞപ്പോ ഷർട്ട് പോലും ഇടാതെ സുലൈമാന് കുട്ടറിൽ വന്നിട്ട് ഗേറ്റ് തുറന്നു. എന്റെ ഭാഗ്യം കൊണ്ട് ചീത്തൊന്നും പറഞ്ഞില്ല. ഞാൻ ചീത്ത പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതോടെ പറഞ്ഞ ഇതൊരു വലിയ കേമത്തരം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. പുതിയ തലമുറയിലെ ആളുകൾ ഇനിയും ഒരുപാട് ആത്മാർപ്പണത്തിന്റെ മേഖലയിലേക്ക് ഉയർന്നു വരാനുണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. ഞാൻ ചെയ്ത അത്ര വലിയൊരു ത്യാഗമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഈ 2 വാല്യുവേഷന് പോകുമ്പോഴും അഡ്മിഷൻ പ്രക്രിയയുടെ ഭാഗമാകുമ്പോഴും ഞാൻ മനസാക്ഷിക്കുത്തില്ലാതെ വെക്കേഷൻ സാലറി വാങ്ങുന്നതിന്റെ ഒരു സന്തോഷം മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിയെ പറ്റിയാണ്. ഇലക്ഷൻ ഡ്യൂട്ടി എനിക്കും അൻസാരി മാഷിനൊക്കെ വല്ലാത്തൊരു ഹരമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ആവാൻ പറ്റിയില്ലെങ്കിലാണ് ഞങ്ങൾക്ക് സങ്കടം. കാരണം പ്രിസൈഡിംഗ് ഓഫീസർ പണിയൊക്കെ ചെയ്യേണ്ടി. അപ്പൊ അങ്ങനെ ഒരുപാട് ഇലക്ഷൻ ഡ്യൂട്ടികൾ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട്. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ കൃത്യമായ ഒരു ആസൂത്രണം നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുമെന്നാണ് ഇലക്ഷൻ എനിക്ക് നൽകിയ അനുഭവം. അപ്പൊ നിങ്ങളോട് ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങളൊരു ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഡെമോക്രസിന്റെ വാളിന്റെ മുകളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞാനിപ്പോ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇലക്ഷൻ ഡ്യൂട്ടി സംബന്ധമായ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, തലേ ദിവസം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നമുക്ക് ഒരു പ്രയാസമില്ലാതെ പോകാൻ കഴിയും. അത് പലപ്പോഴും ചെയ്യാത്തത് കൊണ്ടാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് അറിയില്ലെങ്കിൽ ഡ്യൂട്ടി അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ച് കവറുകൾ സെറ്റ് ചെയ്യലാണ് ഏറ്റവും പ്രധാനം. കളക്ഷൻ സെന്ററിൽ വരുമ്പോൾ സാധനങ്ങൾ കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് വഴി പോരാൻ പറ്റും. അതിനുള്ള ചില ചെറിയ ട്രിക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളിലും ഈ കൂടുതൽ സംസാരിക്കുന്നില്ല. പുതിയ തലമുറയിലെ അധ്യാപക സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളെ പരിഗണിക്കുന്ന അധ്യാപകരായിട്ട് മാറണം. നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പഠിപ്പിക്കണം. അതായത് ശൂന്യതയിലേക്കോ പുസ്തകത്തിലേക്കോ നോക്കിയിട്ടാവരുത് നിങ്ങളുടെ അധ്യാപകർ. നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് നോക്കി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. കാരണം നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വാചകം കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിയുടെ തെറ്റി ചുളിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം ഒന്നുകൂടി ലളിതമായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും. അതേപോലെ ക്ലാസ്സിൽ ചിലപ്പോൾ വീണെടുക്കുന്ന കുട്ടികളുണ്ട്, ഡെസ്കിൽ തല താഴ്ത്തി കിടക്കുന്ന കുട്ടികൾ, പുറത്തേക്ക് നോക്കിയിരിക്കുന്ന കുട്ടികൾ, അവരൊക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അത്തരത്തിൽ കുട്ടികൾ ഉണ്ടാവുമ്പോൾ
ഒരിക്കലും ആ ക്ലാസ് മുറിയിലെ കുട്ടിക്ക് ഒരു ഏകാഗ്രതയോടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. നമ്മുടെ ക്ലാസ് മുറിയുടെ ഏറ്റവും മുന്നിലെ 2 വരിയിലുള്ള കുട്ടികളെയും പിറകിലെ 2 വരിയിലുള്ള കുട്ടികളെയും പൂർണ്ണമായും നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ നിന്നുകൊണ്ട് ഒരു സ്ഥലത്ത് ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ കാര്യം പറഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് ഏകാഗ്രത ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുട്ടിയുടെ ശ്രദ്ധ തെറ്റും. എന്നിട്ട് നമ്മൾ ബോർഡിലേക്ക് എഴുതണമെങ്കിൽ പോലും നമ്മൾ പിറകിലേക്ക് താളാത്മകമായി നീങ്ങി നമ്മൾ നടക്കുന്നത് കുട്ടി തിരിച്ചറിയാത്ത രൂപത്തിൽ പിറകിലേക്ക് പോയിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കും. അപ്പൊ കുട്ടികൾ വളരെ ഏകാഗ്രതയോടുകൂടി നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. കൊറോണ കാലത്തിന് ശേഷം ഏകാഗ്രത വളരെയധികം നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടമാണ്. അപ്പൊ അവരെ അച്ചടക്കമുള്ളവരാക്കാൻ, ക്ലാസ്സിൽ ഒതുക്കിയിരുത്തുന്നവരാക്കി മാറ്റാൻ നിങ്ങൾ വളരെ പ്രയാസപ്പെടേണ്ടി വരും. അതിന് പുതിയ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കേണ്ടി വരും. പിന്നെ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ക്ലാസ്സിൽ പോകാവുള്ളൂ. ആസൂത്രണം ഉണ്ടെങ്കിലേ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്. ഈ കൂടുതലൊന്നും അറിയുന്നില്ല. ഒരു വടിയെടുക്കുന്ന അധ്യാപകനാവാൻ വളരെ രസമാണ്. വടിയെടുക്കാത്തൊരു അധ്യാപകനാവാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ വടിയെടുക്കാത്തൊരു അധ്യാപകനായിട്ട് അധ്യാപകന്റെ നല്ല വ്യക്തിത്വം കൊണ്ട്, ഇംപ്രഷനിസ്റ്റ് ഡിസിപ്ലിൻ കൊണ്ട് കുട്ടികളെ കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് അങ്ങനെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. എന്റെ കൂടെ വിരമിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. വേർപിരിഞ്ഞു പോയ കുറെ ആളുകളുണ്ട്. അവരുടെ പേര് പറഞ്ഞാൽ ചിലപ്പോ പരമാശനെ പോലെ ഞാനും എഴുതിപ്പോകും. അതുകൊണ്ട് അവരുടെ പേരൊക്കെ എന്റെ ഹൃദയത്തിലുണ്ട്. ആ പിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആദരവിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്